സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം മുഴുവനും പറഞ്ഞു നിർത്തി. ഇങ്ങനെയൊക്കെ വെച്ചത് മുഴുവനും പറഞ്ഞില്ലേ? അതായത് അർജുനൻ ഭഗവാന്റെ മുമ്പിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. യുദ്ധത്തിന് വന്നു കൂടി രണ്ടു കൂട്ടരും സഭ കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് കൗരവന്മാരൊരു ഭാഗത്തും പാണ്ഡവന്മാരുടെ സൈന്യം വേറൊരു ഭാഗത്തായിട്ട് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞു നിന്നു എന്നാണ് ഹരത്തിൽ പറയുക. ഒരു കൂട്ടർ കിഴക്കോട്ടും പാണ്ഡവന്മാർ നമ്മൾ പറഞ്ഞില്ലേ, പാണ്ഡവന്മാരെ പടിഞ്ഞാട്ടും നോക്കിയിട്ടും കൗരവന്മാർ കിഴക്കോട്ടും നോക്കിയിട്ടും നിന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെയാണ് അവർ നിന്നത്. പരസ്പരം മുഖത്തോട് മുഖമായിട്ട് നിന്നിട്ടാണ് യുദ്ധം തുടങ്ങാനുള്ള പുറപ്പാടുണ്ടായത്. അപ്പം ആ സമയത്താണ് അർജുനനും ഭഗവാനും കൂടി അവരുടെ അർജുനൻ്റെ തേരാളി ഭഗവാനായതുകൊണ്ട് രണ്ടാളും കൂടി വന്നപ്പോൾ മുമ്പിലേക്ക് നിർത്തിയിട്ട് എനിക്ക് ഇവരേക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. യുദ്ധത്തിന് വന്ന കൂടെ അപ്പോൾ അവരേക്കൊന്ന് കാണട്ടെ, അതിന് സൗകര്യപ്പെട്ട മാതിരി അങ്ങ് എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് നിർത്തുക എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഭഗവാനോട് പറഞ്ഞപ്പം ഭഗവാൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അർജുനൻ്റെ തേര് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് കണ്ടോൾ പശ്യൈതാൻ സമവേതാൻ ഗുരുൻ ഇതി, ഗുരുവംശക്കാരെ കണ്ടോളൂ എന്ന് പറഞ്ഞ് നിർത്തി. അർജുനൻ നോക്കിയപ്പോൾ എന്ത് കണ്ടു? ആളുകളൊക്കെ കണ്ടു. അപ്പം എന്നിട്ട് പറയുകയും ചെയ്തു, അത് അച്ഛൻ്റെ സ്ഥാനത്തിരിക്കുന്നവർ, അമ്മാവൻ്റെ മാതിരിയുള്ളവർ, മുത്തശ്ശൻ്റെ മാതിരി അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടപ്പോൾ എന്താ തയ്ച്ചാൽ ഇവരൊക്കെ ഇപ്പം ഞാൻ കൊല്ലണല്ലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് അർജുനൻ എന്ത് പറഞ്ഞു? ഇത് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ശരിയല്ല, യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞു. ഈ അർജുനൻ എന്തൊക്കെ പറയുമ്പോഴും പരസ്പരം അങ്ങടെ ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളും താപങ്ങളുടെ ആളുകളല്ല ഇങ്ങനെ ചെയ്യാൻ പാടുന്നതൊക്കെ പല ജാതി കാര്യങ്ങൾ, വലിയ കേമായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതെന്ന് തോന്നണ മാതിരി, എന്താണ് വലിയ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് തോന്നണ മാതിരി അർജുനൻ കുറേ പറഞ്ഞു. പക്ഷെ ഭഗവാൻ അതൊന്നും മിണ്ടിയില്ല. നന്നായി എന്നോ മോശമായി ഒന്നും മിണ്ടിയില്ല. ലോഹ്യം പറഞ്ഞില്ല, നന്നായി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കലുണ്ടായില്ല, നിരുത്സാഹപ്പെടുത്തലുണ്ടായില്ല, വിഷമിപ്പിക്കലുണ്ടായില്ല, ഉപദേശിക്കലുണ്ടായില്ല, തടസ്സപ്പെടുത്തലൊന്നും ഉണ്ടായില്ല. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ ഇരുന്നിങ്ങനെ കേട്ടു, വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു.
അങ്ങനെ ഇരുന്നു. അപ്പം അതിന് മറുപടിയായിട്ട് ഒരു കാര്യം പറഞ്ഞില്ല. അതിന് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. എന്ത് ചെയ്തു? ആ തട്ടില് രഥോപസ്ഥ ഉപാവിശൽ ഇതായത് അങ്ങനെയല്ലേ പറഞ്ഞു നിർത്തിയത്. രഥോപസ്ഥേ ഉപാവിശൽ. രഥോപസ്ഥ എന്ന് പറഞ്ഞാൽ രഥത്തിൽ ഇരിക്കുന്ന സ്ഥാനത്തെ കസേരയില് കസേരയിൽ ഇരിക്കാൻ സൗകര്യം ഉണ്ടാക്കി അവിടെ എന്ത് ചെയ്തു? ഉപാവിശൽ അവിടെ അങ്ങോട്ട് ഇരുന്നു. ഇത്രയാണ് ഒന്നാം അധ്യായത്തിൽ. അതോടുകൂടി എന്ത് കഴിഞ്ഞു? അർജുനന്റെ വിഷാദം പ്രമേയമാക്കിയിട്ടുള്ളതായ ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗോ നാമ പ്രഥമോധ്യായ. അർജുന വിഷാദ യോഗം എന്ന പേരായ ഒന്നാം അധ്യായം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു നിർത്തിയത്. ആ ഒന്നാമത്തെ അധ്യായം പറഞ്ഞു നിർത്തി. ഒന്നാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വഴിയൊന്നും കേട്ടോ? എന്തെങ്കിലും കേട്ടോ? ഒന്നുമില്ല. ഭഗവാന്റെ വക അക്ഷരം മതി. അർജുനന്റെ മാത്രം വർത്തമാനങ്ങളാണ് ഒന്നാം അധ്യായത്തിൽ ഉണ്ടായത്. അങ്ങനെ ഒന്നാം അധ്യായം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് തുടങ്ങുകയാണ്. ഈ രണ്ടാം അധ്യായം നമ്മൾ അന്ന് തന്നെ പറഞ്ഞാൽ തുടങ്ങുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞു ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമാണ് പ്രധാന അധ്യായം. അതിൻ്റെ പേര് സാംഖ്യയോഗം എന്ന പേര്. എന്താ പേര്? സാംഖ്യയോഗം. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളാണ്. ഈ 18 അധ്യായങ്ങൾക്കും ഓരോന്നിന് ഓരോ പേരാണ്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ പേര് അർജുന വിഷാദ യോഗം. രണ്ടാമത്തേത് ഇപ്പോൾ ഈ അധ്യായം പറഞ്ഞത് സാംഖ്യയോഗം എന്നാണ് പറയുക. സാംഖ്യയോഗം. സാംഖ്യയോഗത്തിന് കർമ്മയോഗം ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ പേര് പറഞ്ഞ് യോഗങ്ങൾ. പക്ഷെ അതിൻ്റെയൊക്കെ പേരായിട്ട് നമുക്ക് മനസ്സിലാവും. കർമ്മയോഗം പറഞ്ഞാൽ കർമ്മത്തിൻ്റെ സമ്പ്രദായങ്ങൾ പറയുന്നത്. ഭക്തിയോഗം ഉണ്ട്. ഭക്തിയുടെ മഹിമകളും പ്രത്യേകതകൾ എന്താണെന്നൊക്കെ വിശദീകരിക്കുന്നത്. പിന്നെ മോക്ഷസന്യാസ യോഗം ഉണ്ട്, ശ്രദ്ധാത്രയ വിഭാഗയോഗം ഉണ്ട്, പുരുഷോത്തമ യോഗം ഉണ്ട്. ഇതൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സാംഖ്യയോഗം എന്ന് പറഞ്ഞാൽ. എന്താ സാധനം ഈ അധ്യായത്തിന് എന്തുകൊണ്ടാണ് സാംഖ്യയോഗം എന്ന് പേരുണ്ടായത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സാംഖ്യയോഗം എന്ന് സാംഖ്യം ശാസ്ത്രങ്ങളെ കുറിച്ച് പറയുമ്പം ഈ നമ്മുടെ ഇടയിലെ ശാസ്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രാചീനങ്ങളായ വൈദിക സമ്പ്രദായത്തെ അനുവർത്തിച്ചു പോരുന്ന ശാസ്ത്രങ്ങളെ പ്രധാനമായിട്ട് 6 എണ്ണമായിട്ടാണ് പറയുക. അതിൽ സാംഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്ന് പറഞ്ഞിട്ട് 6 ശാസ്ത്രങ്ങളെ പറയും. ഇതാണ് 6 ശാസ്ത്രങ്ങൾ. അതിൽ ആദ്യത്തേത് സാംഖ്യം എന്നാ പറയുക. സാംഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നാണ് എൻ്റെ പേര്. ഇങ്ങനെ ആർക്ക് കേട്ടിട്ടുണ്ടാവും? ഇതൊക്കെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ ആദ്യത്തേത് സാംഖ്യം. പിന്നെ സാംഖ്യം എന്ന് പറഞ്ഞൊരു ശാസ്ത്രമാണ്, സാംഖ്യശാസ്ത്രം. ഈ സാംഖ്യശാസ്ത്രത്തിൻ്റെ പരമാചാര്യൻ എന്ന് പറയുന്നത് കപിലമുനി എന്നാണ് പറയുക. കപിലമുനി നമ്മൾ ഭാഗവതത്തിലൊക്കെ ഒരു കപിലാവതാര സ്വരൂപനായ മഹർഷിയെ പറയാറില്ലേ? കപിലമുനി എന്ന്. അദ്ദേഹത്തെയാണ് കപില തത്വസംഖ്യാത എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിലും പറയും. തത്വസംഖ്യാതം ചെയ്യാൻ വന്നതാണ് ഭഗവാൻ അവതരിച്ചിട്ട് കപിലനായിട്ട് ദേവഭൂതിയുടെയും കർദമ പ്രജാപതിയുടെയും പുത്രനായിട്ട് വന്ന് അവതരിച്ചു എന്നൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് പറയും. ആ കപില വാസുദേവൻ അല്ലെങ്കിൽ കപില മുനിയാണ് ഈ പറയുന്ന കപിലമുനി എന്നാണ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സമ്പ്രദായം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കപിലമുനി ആണ് ഈ ശാസ്ത്രാർത്ഥത്തിൻ്റെ ഒരു വക്താവ്. അതുകൊണ്ട് അതിനെ എന്ത് പറയും? സാംഖ്യശാസ്ത്രം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ കപില മഹർഷിയുടെ ഈ ശാസ്ത്രമാണ് പിന്നീട് വളരെ വലിയ വലിയ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചു പോകുന്നു. വളരെ വിസ്തരിച്ചു സൂത്രരൂപത്തിലാണ് എഴുതിയത്. മനസ്സിലായില്ലേ? അതിനെ പറയുക സാംഖ്യസൂത്രങ്ങൾ എന്നാണ് പറയുക. സാംഖ്യസൂത്രം സൂത്രരൂപത്തിൽ അതൊക്കെ എഴുതിയത്. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ സൂത്രരൂപത്തിൽ സൂത്രത്തിന് ചെറിയ ചെറിയ സാധനമാണ്. കുറെ കാലം കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഈശ്വരകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പരമാചാര്യൻ എന്ത് ചെയ്തു? സാംഖ്യകാരിക എന്ന പേരില് ആ സാംഖ്യശാസ്ത്രത്തെ കാരിക എന്ന് പറഞ്ഞാൽ പദ്യമായിട്ട് വിശദീകരിച്ചെഴുതി. അങ്ങനെയുണ്ട്. ഇതാണ് സാംഖ്യശാസ്ത്രത്തിന്. സാംഖ്യത്തിന് ഭാഷയുണ്ടായി, പലതൊക്കെ ഉണ്ടായി. അപ്പം അതൊന്നും ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം ഉണ്ടായിട്ട് പറയല്ല. ഈ സാംഖ്യം എന്ന പേര് ഇവിടെയാണ് നമ്മൾ കേട്ട് ശീലിച്ചത്. എവിടെ? ഈ സാംഖ്യശാസ്ത്രത്തിൽ. പിന്നെ സാംഖ്യം കഴിഞ്ഞാൽ യോഗശാസ്ത്രം പിന്നെ കേട്ടിട്ടുണ്ടാവില്ല. യോഗ കേട്ടില്ലേ? യോഗ കേൾക്കാത്തവരുടെ ശാസ്ത്രം വെച്ച് പുറത്താക്കുക വേണ്ടത്. കാരണം യോഗം എന്നല്ലേ ഇപ്പം എല്ലാ ദിക്കിലും യോഗം അല്ലെ? യോഗം പഠിക്കാത്തവരെ, യോഗാഭ്യാസം ചെയ്യാത്തവരെ ഇപ്പം അതിന് കുറേ പ്രാധാന്യം ആളുകളൊക്കെ അപ്പം അതിൽ നല്ലോണം ശ്രദ്ധ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കേൾക്കാണ്ടിരിക്കില്ല. സാംഖ്യം അത്ര കേട്ടിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത്ര പതിവൊന്നും
ഇല്ല. അപ്പൊ അത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാക്ഷേപമൊന്നും പറയാൻ പറ്റില്ല. യോഗം പക്ഷെ അങ്ങനെയില്ല. പത്രത്തിലെ ക്ലാസ്സിലും വാർത്തയിലൊക്കെ വായിച്ച് പറയുന്നുണ്ട്. യോഗശാസ്ത്ര പാതഞ്ജല യോഗ ദർശനം, പാതഞ്ജല മഹർഷിയുടെ യോഗ സൂത്രങ്ങൾ, യോഗശാസ്ത്രം, യോഗ ക്ലാസ്സുകൾ, യോഗയുടെ പലതും അങ്ങനെ ഇങ്ങനെയല്ലോ യോഗ ആചരണം. അതെന്തായി ഓരോ ആചരണങ്ങളാണല്ലോ. എന്ത് ഓരോന്നിനും ഓരോ ആചരണങ്ങളില്ലേ, ആചരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സ്മരിക്കാനും അതിനെയൊക്കെ കണക്കാക്കാനും അതിനെയൊക്കെ ഉൾക്കൊള്ളാനും പ്രയോഗിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ പുതിയ കാലത്തുണ്ട്. യോഗശാസ്ത്രം, അത് യോഗശാസ്ത്രത്തിന്റെ ആചാര്യൻ പതഞ്ജലി മഹർഷി എന്ന് പറയും. പതഞ്ജലി മഹർഷി അദ്ദേഹത്തിന്റെ യോഗ സൂത്രങ്ങൾ എന്നാ പറയുക. അത് സൂത്രരൂപത്തിലാണ്. പതഞ്ജലി മഹർഷി സൂത്രരൂപത്തിൽ ആവിഷ്കരിച്ച ഉപദേശിച്ച ശാസ്ത്രമാണ് എന്താ ഈ യോഗശാസ്ത്രം. ആ യോഗശാസ്ത്രത്തെ പിന്നീട് വ്യാസഭാഷ്യത്തോടു കൂടി വിസ്തരിച്ചു. ഭാഷ്യത്തോടു കൂടിയില്ല. അങ്ങനെയാണ് സാഖ്യം, യോഗം. പിന്നെ ന്യായശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേറൊരു വലിയ ശാസ്ത്രം. ന്യായശാസ്ത്രത്തിന്റെ പരമാചാര്യൻ ഗൗതമ മഹർഷിയാണ്. അദ്ദേഹത്തിന്റെ ന്യായസൂത്രങ്ങൾ എന്ന് പറയും. ഗൗതമ മഹർഷിയുടെ ന്യായസൂത്രങ്ങൾ. ആ ന്യായസൂത്രങ്ങൾക്ക് പിന്നെ കുറെ വലിയ വലിയ ആചാര്യന്മാർ പിന്നീടുണ്ടായ കൂട്ടുദയനാചാര്യൻ, അതുപോലെ വത്സായനാചാര്യൻ, കുറേ പേര് അതിന് വിസ്തരിച്ച് കൊണ്ടു. പിന്നെ 12ാം നൂറ്റാണ്ടായപ്പോൾ ഗംഗേശോപാധ്യായൻ നവ്യന്യായം ഉണ്ടാക്കി. വലിയ ശാസ്ത്രത്തൊക്കെ പേടിക്കൊന്നും വേണ്ട. ചിലതൊക്കെ നമ്മൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ന്യായശാസ്ത്രം. പിന്നെ ന്യായശാസ്ത്രം ഇങ്ങനെ വൈശേഷിക എന്ന് പറയും. വൈശേഷിക ശാസ്ത്രത്തിന്റെ ആചാര്യൻ കണാദ് മഹർഷി. കണാദ് അതായത് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ വസ്തു കണികയാണ്. എന്താണ് ഒരു വസ്തുവിന്റെ ഏറ്റവും സൂക്ഷ്മമായ പദാർത്ഥം എന്ന് പറയുന്നത് കണിക. നമ്മൾ ആറ്റം, മോളിക്യൂൾസ് എന്നൊക്കെ പറയില്ലേ, അതാണ് അതിന്റെ ഏറ്റവും ചെറിയ ഘടന എന്ന് ആദ്യമായിട്ട് ലോകത്തിൽ പറഞ്ഞ ആ മഹർഷിയാണ് കണാദ് മഹർഷി. കണം എന്ന് പറഞ്ഞാൽ കണം എന്ന് പറഞ്ഞാൽ ചെറിയ അതിനവർ പറയുന്ന കണക്കൊക്കെ ഇങ്ങനെയാന്ന് വെച്ചോ. അതായത് ഇപ്പൊ നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ഈ വീടുകൾക്കൊക്കെ ഇപ്പൊ കോൺക്രീറ്റ് വീടിനൊന്നും ഉണ്ടാവില്ല. ഓടിട്ട വീടിന്, ഓലയുടെ വീടിനൊക്കെ ഓട്ട ഇങ്ങനെ ഉണ്ടാവും. ഏതാണ്ട് കുംഭം ഒക്കെ ആയിട്ട് മകരൊക്കെ കഴിഞ്ഞത് കെട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഓടൊക്കെ പൊത്തി തടങ്ങിയാലൊക്കെ ഉണ്ടാവില്ല. ചെറിയ ഓട്ടയൊക്കെ ഉണ്ടാവില്ലേ. ഈ ഓട്ടയിൽ കൂടി വെയിൽ വീഴുമല്ലോ. കണ്ടിട്ടില്ലേ അതൊക്കെ വെയിൽ വീഴുന്നത്? ആ വെയിൽ ഇങ്ങനെ വീഴുമ്പോൾ അങ്ങനെ ഒരു ഓട്ടയിൽ കൂടി വരുന്ന വെയിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്പുറത്തിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ വെയിൽ ഇങ്ങനെ വീഴുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കണികകൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? പ്രായമായി ഒന്നും കാണില്ലേ? ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടില്ലേ? നല്ല ചെറുപ്പം അങ്ങനെയൊക്കെ നല്ല മൂർച്ചയുള്ള കാലത്ത് ഇങ്ങനെ കാണാം. ചെറിയ ചെറിയ കണികകളൊക്കെ നടക്കുന്നത് കാണാം. അതൊക്കെ എന്താണെന്നറിയോ? അതിന് ദ്വിണുകം, ത്രിണുകം, ചതുരണുകം എന്നൊക്കെ പറയും. ഇത് മനസ്സിലായോ? ഇതല്ലേ? അതായത് 2 ആറ്റം ചേർന്ന ഒരു മോളിക്യൂൾ. ആ മോളിക്യൂള് 2 ചേർന്ന വസ്തു ഇങ്ങനെ വലുതായി വരും. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. അപ്പൊ അതാണ് ദ്വിണുകം എന്ന് പറഞ്ഞാൽ 2 അണു ചേർന്നതാണ് ദ്വിണുകം, 3 അണു ചേർന്നാൽ ത്രിണുകം. കെമിസ്ട്രിയിലൊക്കെ പഠിച്ചില്ലേ? എന്നൊക്കെ പറയില്ലേ? അതൊരു വസ്തുവിന്റെ ശാസ്ത്ര സമ്പ്രദായമാണ്. അതിന്റെ അണുവിന്റെ ഘടനയാണ് ആ ശാസ്ത്രവാക്യത്തിൽ ഇരിക്കുന്നത്. ഇത്രയൊക്കെ ചേർന്നിട്ട് അത് ഉണ്ടാവുന്നതെന്നാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ പഴുത്തുന്ന കോരിന്നൊക്കെ വെച്ചിട്ട് ഒന്നും കാണില്ല. എന്നാൽ അതൊക്കെ അതിലുണ്ട്. അങ്ങനെയൊക്കെ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുക, സയൻസിലെ കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ കാണാം ഏറ്റവും ചെറിയ പദാർത്ഥമാണ് എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത കണാദ് മഹർഷിയുടെ വൈശേഷിക സൂത്രങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ പറയുന്നതായ ഈ വൈശേഷിക ശാസ്ത്രത്തിൽ പറയാം കണാദ് മഹർഷി കേട്ടോ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ന്യായശാസ്ത്രവും വൈശേഷിക ശാസ്ത്രവും ഏതാണ്ട് സമാനമായ വഴി കൂടി പോണവരായപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒന്നായി. ഇപ്പൊ ന്യായ വൈശേഷികങ്ങൾ ചേർന്നിട്ട് ഒന്നായിട്ട് തീർന്നു. അങ്ങനെയുണ്ട്. എന്നാലും ന്യായം വൈശേഷികം എന്ന് വേറെ സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം. അത് കഴിഞ്ഞാൽ പിന്നെ പൂർവമീമാംസ. ഈ പൂർവമീമാംസ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ വേദത്തിലെ പൂർവഭാഗം. ഇത് പൂർവഭാഗം. വേദത്തിന് ഒരു പൂർവഭാഗമുണ്ട്, ഉത്തരഭാഗമുണ്ട്. പൂർവഭാഗം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും ചേർന്ന ഭാഗമാണ് പൂർവഭാഗം. ഉത്തരഭാഗം എന്ന് പറഞ്ഞാൽ അതിലെ ജ്ഞാനഭാഗം ചേർന്ന ഉപനിഷത്തുക്കളെ എന്താ പറയുന്നത്? ഉത്തരഭാഗം. അത് 1ാം ഭാഗം, 2ാം ഭാഗം. ആദ്യ ഭാഗം ഈ യാഗങ്ങള്, യജ്ഞങ്ങള്, ക്രിയകള്, അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്നതാണ് പൂർവഭാഗം. ഈ പൂർവഭാഗത്തിന്റെ ആശയങ്ങളെ ചർച്ച ചെയ്ത് വിശദീകരിക്കുന്ന ഭാഗമാണ് പൂർവമീമാംസ. മീമാംസ പറഞ്ഞാൽ മീനും മാംസവും ഒന്നല്ല കേട്ടോ. ഏകമെന്ന് തോന്നുന്നു മീനും മാംസവും കൂടി മീമാംസയാണ്. അങ്ങനെയൊന്നല്ല, മീനും മാംസമൊന്നുമല്ല. മീമാംസ എന്ന് പറഞ്ഞാൽ അതായത് വിചാരശാസ്ത്രം എന്നതിൻ്റെ അർത്ഥം. വിചാരശാസ്ത്രം, മീമാംസ സംസ്കൃത വാക്കാണ് മീമാംസ എന്നൊക്കെ പറഞ്ഞത്.
അതായത് വേദത്തിന്റെ പൂർവഭാഗത്തിന്റെ സമ്പ്രദായങ്ങളെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് വിചാരം ചെയ്യുന്ന ശാസ്ത്രം പൂർവമീമാംസ. മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും ചിലരിക്കൽ ആരണ്യകങ്ങളൊക്കെ പെടും. മനസ്സിലായില്ലേ? വേദത്തിൽ തന്നെ പറയും മന്ത്രം ബ്രാഹ്മണയോ വേദനാമധേയത്വം എന്ന് പറയും. മന്ത്രം ബ്രാഹ്മണയോ, മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും അത് നമ്മൾ മുമ്പെങ്കിലും വിസ്തരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണങ്ങൾ എന്താണെന്നൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും ഒക്കെ ചേർന്ന പൂർവഭാഗത്തിന്റെ ഒരു താത്വികമായ വിശദീകരണം വളരെ വിപുലമായിട്ട് അതിൽ യജ്ഞക്രിയകള് യാഗക്രിയകള് അതിലേത് എന്തൊക്കെ എങ്ങനെ ചെയ്യണം വളരെ വിശദമായിട്ട് ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ യാഗത്തിൽ ഇപ്പൊ ഇന്ന ക്രിയക്ക് ഇന്നത് വേണം, എങ്ങനെയാ അവിടെ നമുക്ക് അർത്ഥം എങ്ങനെയാ മനസ്സിലാവണത്, എങ്ങനെ നമ്മൾ അതിനിപ്പോ എന്താണ് സ്വർഗകാമോ യജേത അത് എവിടെ നിന്ന് എങ്ങനെ അർത്ഥം മനസ്സിലാവുന്നത്. ഈ മീമാംസ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സൂക്ഷ്മമായ തത്വശാസ്ത്രമാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുക. അവരൊക്കെ അർത്ഥവിശദീകരണം ചെയ്യണത് എത്ര സൂക്ഷ്മമായിട്ടാണ്. നമുക്ക് ഇന്ന് തോന്നുന്നു എത്ര അന്നത്തെ കാലത്ത് അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടൊക്കെ ശാസ്ത്രീയമായിട്ട് ഇതിനെ പഠിച്ചു മനസ്സിലാക്കുക. ഇന്നൊക്കെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മുക്കാല് കേൾക്കും കാല് കേൾക്കില്ല, കാല് കേൾക്കും മുക്കാല് കേൾക്കില്ല, അങ്ങനെയൊക്കെയുള്ളൊരു അഴകഴ മട്ടലാണ്. അഴകൊഴയുന്നില്ല. ഒരു വാചകം ഒരാൾ പറഞ്ഞാൽ അതിന് എങ്ങനെയാണ് നമുക്ക് അർത്ഥബോധം ഉണ്ടാവുന്നത്? അങ്ങനെ പറഞ്ഞാലല്ലേ വേദവാക്യത്തിൽ നമുക്ക് അർത്ഥബോധം ഉണ്ടാവുള്ളൂ. ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉണ്ടാവേണ്ടത് ശരിയാക്കി കിട്ടണ്ടേ? അപ്പൊ അങ്ങനെയുള്ള വിചാരശാസ്ത്രമാണ് പൂർവമീമാംസ. അതിന്റെ ആചാര്യൻ ജൈമിനി മഹർഷിയാണ്. ജൈമിനീയ സൂത്രങ്ങൾ എന്ന് പറയും. ജൈമിനീയ സൂത്രങ്ങൾ. ഈ ജൈമിനീയ സൂത്രങ്ങളാണ് ഈ പറയുന്നതായ പിന്നെ പൂർവമീമാംസയുടെ. പിന്നെ ജൈമിനീയ സൂത്രങ്ങൾക്ക് ശബരഭാഷ്യം, ശബരസ്വാമിയുടെ വലിയൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ ഭാഷ്യം ശബരഭാഷ്യം. പിന്നെ അതങ്ങനെ വിസ്തരിച്ചു പോകും. ധാരാളം ശാസ്ത്രശാഖകളായിട്ട് അനവധി ആചാര്യന്മാർ അത് പണിയെടുത്തു. അങ്ങനെ കുറേ വിസ്താരങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ ആറാമത്തെ ശാസ്ത്രം ഉത്തരമീമാംസ. അപ്പൊ പൂർവമീമാംസ എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ പൂർവഭാഗത്തെ കുറിച്ചിട്ടുള്ള വിചാരാണെങ്കിൽ ഉത്തരമീമാംസ എന്ന് പറഞ്ഞാൽ എന്താവും? പൂർവമീമാംസ പറഞ്ഞ ആദ്യ ഭാഗത്തെ കുറിച്ചാൽ ഉത്തരമീമാംസ പറഞ്ഞ രണ്ടാം ഭാഗത്തെ കുറിച്ചാവില്ലേ? ആകെ രണ്ട് ഭാഗമല്ലല്ലോ. അപ്പൊ ഉത്തരഭാഗത്തെ കുറിച്ചുള്ള വിചാരശാസ്ത്രമാണ് എന്ത്? ഉത്തരമീമാംസ. ഈ ഉത്തരമീമാംസയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, വേദാന്തം. എന്താണ്? വേദാന്തം. ഉത്തരമീമാംസ വേദാന്തം എന്നും കൂടി പേരുമായി. അതായത് ജ്ഞാനകാന്ഡം, വേദത്തിന്റെ ജ്ഞാനകാന്ഡത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായ ചർച്ചയുണ്ട് ഉത്തരമീമാംസ. ഈ ഉത്തരമീമാംസയുടെ ആചാര്യൻ ബാദരായണൻ എന്നാ പറയും. വേദവ്യാസ ബാദരായണ സൂത്രങ്ങൾ എന്ന് പറയും. ബ്രഹ്മസൂത്രം എന്ന് കേട്ടിട്ടില്ലേ? ബ്രഹ്മസൂത്രം അതാണ് ബ്രഹ്മസൂത്രം. ബാദരായണ മഹർഷിയുടെ ബ്രഹ്മസൂത്രങ്ങൾ. ഈ ബ്രഹ്മസൂത്രങ്ങൾക്ക് ശാരീരിക മീമാംസ സൂത്രം, അതുപോലെ വേദാന്ത സൂത്രങ്ങൾ എന്നൊക്കെ പേരുണ്ട്. എന്ത് പറഞ്ഞാലും സാധനം ഈ പറഞ്ഞ ബ്രഹ്മസൂത്രങ്ങൾ തന്നെയാണ്. ഇതാണ് ഈ 6 ശാസ്ത്രങ്ങൾ വളരെ പ്രസിദ്ധങ്ങളും പ്രധാനങ്ങളും ആണ്. ആ കൂട്ടത്തിലാണ് നമ്മുടെ എന്ത് പേര് കേട്ടിരിക്കുന്നത്? സാഖ്യം എന്ന് കേട്ടത്. അപ്പൊ സാഖ്യം എന്താ? ഈ 6 ശാസ്ത്രങ്ങൾ പറയാണ്ട് വെറുതെ സാഖ്യം എന്ന് പറഞ്ഞൊന്നും മനസ്സിലാവില്ല. ഈ 6 എണ്ണത്തിൽപ്പെട്ട ഒന്നാണ് എന്ത്? സാഖ്യം. മനസ്സിലായില്ലേ? ഈ 6 ശാസ്ത്രങ്ങൾക്ക് ആസ്തിക സമ്പ്രദായ ശാസ്ത്രങ്ങൾ എന്ന് പറയും. എന്താ പറയുക? ആസ്തിക ദർശനങ്ങൾ. ആസ്തികൻ നാസ്തികമുണ്ട്. എന്താണ് നാസ്തികം? ഈ ആസ്തികൻ എന്നൊക്കെ പറഞ്ഞ നാസ്തികം ഒക്കെ പറയാതെ അത് നാസ്തികനാണേ. നമ്മളൊക്കെ നല്ല ആസ്തികന്മാരാണേ. അങ്ങനെയൊക്കെ പറയില്ലേ? ആസ്തികൻ എന്നൊക്കെ. എന്താ ഈ ആസ്തികൻ എന്ന് പറഞ്ഞാല് കേട്ടിട്ടില്ലേ? ആസ്തികൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതെ, ഈശ്വര നിഷേധി നാസ്തികൻ. ഈശ്വരനെ എപ്പോഴും കൊണ്ടിരിക്കണത് വാസ്തവത്തില് ഈശ്വര നിഷേധവും ഈശ്വര വിചാരവും അല്ല ഈ ആസ്തികവും നാസ്തികവും വാസ്തവത്തിൽ. അതായത് അസ്ഥി വേദ പ്രാമാണ്യം ഇത്യാസ്തിക. വേദം പ്രമാണമാണ് എന്ന് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന കൂട്ടരെ എന്ത് പറയുക? ആസ്തികന്മാർ. അസ്ഥി വേദപ്രാമാണ്യം, വേദത്തിന് പ്രാമാണ്യം ഞങ്ങൾ കണക്കാക്കണില്ല എന്ന് മറ്റിൽ ജീവിക്കുന്നവരെ എന്ത് പറയുക? നാസ്തികന്മാരെന്ന് പറയും. എന്താ അങ്ങനെ പറയാനെന്ന് ചോദിച്ചാൽ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ മീമാംസ എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ മീമാംസാ ശാസ്ത്രത്തില് ഈശ്വരനെ കുറിച്ചൊന്നും പറയില്ല. പക്ഷെ അത് ആസ്തിക ശാസ്ത്ര. എന്താണ്? മീമാംസയിലെ
ഈശ്വരനെ പറ്റിയൊന്നും പറയില്ല. എന്താ കാരണം? മീമാംസാശാസ്ത്രത്തിൻ്റെ ഒരു സമ്പ്രദായം എന്താ ചോദിച്ചാൽ, കർമ്മങ്ങൾ ചെയ്യുക, ആ ചെയ്ത ശരീരകർമ്മത്തിന് ഫലം ഉണ്ടാവും, ആ ഫലം അനുഭവിക്കുക. അപ്പം ആ ഫലം അനുഭവിക്കാൻ വേറെ ആരും സഹായിയൊന്നും വേണ്ട. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് വരും. അതിന് വേറൊരു പ്രേരണയുടെ ആവശ്യമില്ല. ആ മട്ടിലുള്ള ഒരു സമ്പ്രദായമാണ് മീമാംസ. അപ്പം അവർക്കതിന് നമ്മളിപ്പോൾ പറയാം ഈശ്വരൻ കൊടുക്കട്ടെ അവന് എന്ന് പറയും. കൊടുക്കാൻ നമ്മൾ മുഖ്യമുണ്ടാവും, എന്നാലും അങ്ങനെയൊക്കെ പറയില്ലേ, ഈശ്വരൻ കൊടുക്കുക അവന്, അങ്ങനെ ഒരു ഇത് ആർക്കില്ല, ഈ മീമാംസക്കാർക്കില്ല. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനനുസരിച്ച് ഫലം നമുക്ക് വന്നുകൂടും. അദ്ദേഹം എന്താ ചെയ്യണോ അദ്ദേഹത്തിന് അങ്ങനെ വന്നുകൂടും. അപ്പോൾ കർമ്മവും ഫലമാണ് അവർക്ക്. അപ്പം അതിൽ പ്രത്യേകം അവർ ഈശ്വരൻ നീയുണ്ടോ, ഈശ്വരനെ വിശ്വാസമില്ല എന്ന് അവർ പറഞ്ഞിട്ട് എനിക്കത് ആവശ്യമില്ല. എനിക്ക് ഈ ചർച്ചയായിട്ട് എനിക്ക് ആവശ്യമില്ല, ഈശ്വരനെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് കണക്കാക്കിയിട്ട് അവരതിനെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല ആരാണ്? മീമാംസക്കാർ. പക്ഷെ അവർ ആസ്തികന്മാരാണ്. ഇപ്പം നമ്മൾ ഈശ്വരനുണ്ട്, ഈശ്വരൻ്റെ കഥ വെച്ചിട്ട് പറയുന്നവരാണെന്ന് പറഞ്ഞാണ് ആസ്തികന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അസ്ഥി വേദപ്രാമാണ്യം ഉണ്ട് എന്ന് വെച്ച കൂട്ടരെ എന്താ പറയും? ആസ്തികന്മാര്. അസ്ഥി വേദപ്രാമാണ്യം കണക്കാക്കണില്ല എന്ന് വെച്ച കൂട്ടർ എന്ത് പറയും? നാസ്തികന്മാർ. ഈ നാസ്തികന്മാരെ കുറിച്ച് പറയാൻ ചാർവാകന്മാരൊക്കെ നാസ്തികന്മാരാ. ചാർവാകന്മാര് കേട്ടില്ലേ? ചാർവാകന്മാരെന്ന് പറഞ്ഞാൽ അവര് ഇങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച മാതിരി അങ്ങനത്തെ അവർക്ക് എന്താ വെച്ചാൽ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അവര് ആകെത്രേ ഉള്ളൂ എന്ത് ആഹാരമൊക്കെ കഴിക്കാൻ സുഖമായിട്ട് യാവൻ ജീവൻ സുഖം ജീവൻ, ജീവിക്കണത്തോളം അങ്ങനെ ജീവിക്കണം. അത് ലോകം അർത്ഥം പറയേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. യാവൻ ജീവൻ സുഖം ജീവൻ, എത്ര കാലം ജീവിക്കണം അത്ര കാലം ആശുപത്രിയിലല്ല, സുഖമായിട്ട് ജീവിക്കുക. അതന്നെ, നന്നായി സുഖമായിട്ട് അങ്ങനെ ജീവിക്കുക, ജീവിക്കണത്തോളം സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ ഒരു സംശയം, അങ്ങനെയൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ആരോഗ്യമൊക്കെ വേണ്ടേ? അതല്ലേ പറഞ്ഞ വ്രണം കൃത്വ കൃതം പിതേ. നല്ല നെയ്യൊക്കെ വാങ്ങി കഴിക്കൂ. നെയ്യ് വാങ്ങി കഴിക്കുക പറഞ്ഞാല് അന്നത്തെ മാതിരി അങ്ങാടിയിൽ മറ്റേ പ്രോട്ടീൻ പൊടിയൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അപ്പം അന്നത്തെ ഒരു വിശേഷപ്പെട്ട വസ്തു എന്താ? നെയ്യ് പറഞ്ഞ ആരോഗ്യശാലയൊക്കെ ഉണ്ടാവും. വിശേഷാൽ നെയ്യണ്ടില്ലേ? പിന്നെ നാരസിംഹരസായനം, ആഘൃതം, ഈ ഘൃതം, അത് അങ്ങനെയൊക്കെ ഓരോ ഘൃതച്ച നെയ്യ് എന്നാണ് അർത്ഥം. പല വിശേഷ മരുന്നൊക്കെ ചേർത്ത് ശരീരത്തിന് പുഷ്ടിയൊക്കെ ഉണ്ടാവാനുള്ള അതൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ വാങ്ങി കഴിക്കൂ. അതൊക്കെ കാശ് വേണ്ടോ? അതിന് ഋണം കൃത്വ ഘൃതം തിപ്പേ, കടം വാങ്ങി കഴിക്കണോ? നാസ്തികന്മാരുടെ സിദ്ധാന്തം അതൊന്നും എഴുതിയൊക്കെ നോട്ട് പുസ്തകത്തിൽ കിട്ടും. ഋണം കൃത്വ ഘൃതം തിപ്പേ, കടം വാങ്ങിയിട്ടാണെങ്കിൽ നെയ്യ് വാങ്ങി കഴിക്കൂ. അപ്പോൾ ഒരു സംശയം, ഈ കടം വാങ്ങി കഴിച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടിയല്ലേ? അതിനോട് നെയ്യ് വാങ്ങി കഴിക്കാൻ പറഞ്ഞത് നേരത്തെ എന്താ? നെയ്യൊക്കെ നാളെ കഴിച്ചാൽ എന്തുണ്ടാവും? പിന്നെ അപ്പം മറ്റേ മരുന്ന് എന്ത് ചെയ്താൽ മതി? ഈ നെയ്യിൻ്റെ വിഷയം കണ്ടെന്നോടെ നേരെ കാണിച്ചാൽ മതി, അവൻ പോയിക്കോളും. എന്താ പറയുക, അങ്ങനെ ശ്ലോകത്തിലില്ല, നമുക്ക് തോന്നിയ ദുർബുദ്ധിയാണ്. എന്താ ഇതൊക്കെ ഏറ്റു പറയണം കൃത്വ ഘൃതം തിരി, കടം വാങ്ങിയിട്ടാണെങ്കിൽ നെയ്യ് വാങ്ങി കഴിക്കും. എന്താ വെച്ചാൽ ഭസ്മീഭൂതസ്യ, അങ്ങനെയല്ലേ? ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. ഈ ദേഹം ഭസ്മായി പോയ പിന്നെ എങ്ങനെ തിരിച്ചു വരാനാണ്? അപ്പോൾ ഭസ്മാവുന്നതിൻ്റെ മുമ്പ് പരമാവധി ഇതാണ് ആരുടേത്? ചാർവാകൻ. നമുക്ക് ഇഷ്ടാവില്ല കപ്പിയൊക്കെ ഇല്ലേ? ഇല്ലല്ലേ? അങ്ങനെ ഇഷ്ടാവരുത്. അങ്ങനെ എനിക്ക് വിചാരിച്ച് നടന്നാൽ കഷ്ടാണ്. അപ്പൊ ആ മട്ടിലുള്ള ജീവിതമാണ് ആരുടേത്? ചാർവാകന്മാരുടെ. അവര് വേദത്തിന്റെ ആളുകൾക്ക് അങ്ങനെ ഇഷ്ടം ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉപദ്രവിച്ചത് പാവാണ്, അങ്ങനെ ചെയ്താൽ സൽക്കർമ്മം ചെയ്യണം, പുണ്യം വേണം, അതുപോലെ ദാനം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല സമ്പ്രദായത്തിൽ അതൊന്നും ഇവർക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ ചാർവാകന്മാര് എന്നൊക്കെ പറയും. അതൊക്കെ നാസ്തിക സമ്പ്രദായത്തിൽ. അവർക്ക് വേദപ്രാമാണ്യമൊന്നുമില്ല. വേദത്തിനെ പ്രമാണമാക്കി അവർക്ക് ഇങ്ങനെ നടക്കാൻ ചെയ്യാം. എന്താ ചെയ്യാൻ? ഈ ഇഷ്ടം പോലെ സുഖമായിട്ട് ജീവിച്ചോളൂ, തോന്നും പോലെ നടന്നോളൂ എന്നൊന്നും പറയണ മതി പറ്റില്ല. അപ്പൊ ഈ 6 ശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് പറയുന്നൊരു ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം. ഈ സാഖ്യശാസ്ത്രത്തിലാണ് നമ്മൾ എന്ത് കേട്ടത്? സാഖ്യം. പക്ഷെ ഭഗവത്ഗീത 2-ാം അധ്യായത്തിന്റെ പേരെന്താണ്? സാഖ്യയോഗം. കേട്ടാൽ നമുക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ സാഖ്യ ഏതാണ്? 6 ദർശനങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ് കപില മഹർഷിയുടെ സാഖ്യയോഗല്ലേ? ഈ സാഖ്യയോഗത്തിന് ഇപ്പം എന്താണെന്ന് അറിയാത്ത, ഈ സിദ്ധാന്തം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് ഒരു വിഷമമുണ്ട്. സാഖ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്താണെന്ന് അറിയൂ?
ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷ സംയോഗ സ്വരൂപമാണ് പറയുക. എന്താ പറയുക? പ്രകൃതി പുരുഷ സംയോഗമാണ് പ്രപഞ്ചം. പ്രകൃതി ചെണ്ട ഈ കാണുന്നതൊക്കെ പ്രകൃതിയാണ്. ഇതൊക്കെ പ്രകൃതിയാണ്. ഈ പ്രകൃതി ഒറ്റയ്ക്ക് പ്രവർത്തിക്കില്ല. പ്രകൃതി ജഡാലിനികയാണ്. ജഡാലിനിക മേശ അന്നോ പിടിച്ച് പിടിക്കുക അന്നോ മനസ്സിലായില്ലേ? അപ്പൊ അതും അത് ജഡാണ്. നമ്മളെന്താ ചെയ്യുന്ന വെച്ചാൽ അതിനനുസരിച്ച് അങ്ങോട്ട് നീക്കുക, അങ്ങോട്ട് നീങ്ങും, ഇങ്ങോട്ട് നീക്കുക. നമ്മളൊക്കെ ആരെങ്കിലും നീക്കുക എന്നുള്ള നീങ്ങുന്നു. അങ്ങനെ ഇല്ല. എന്താ കാര്യം? നമ്മൾ ജഡല്ല. അതുകൊണ്ടാണ് ജഡ ചെയ്യാം. ആരാച്ച നീക്കുക അങ്ങടാച്ച കൊണ്ടായാലും അറിയില്ല. ആവുക വ്യത്യാസം മനസ്സിലാക്കിയില്ലേ? അപ്പം ഈ പറയുന്ന പ്രകൃതി എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നത് മുഴുവനും പ്രകൃതിയാണ്. അപ്പൊ ആ പ്രകൃതി സ്വയമേവ പ്രവർത്തിക്കില്ല. അപ്പൊ ആ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നത് പുരുഷ ചൈതന്യം എന്നാണ് പറയുക. അതിന് ഉദാഹരണം നമ്മളൊക്കെ പറയല്ലേ, ഫാൻ തിരിയണില്ലേ? ഫാനല്ലേ തിരിയണത്? ഫാൻ എങ്ങനെ തിരിയണത്? കാറ്റത്താണ്. കറണ്ട് കാരണല്ലേ ഫാൻ തിരിയണത്. അപ്പൊ ഫാൻ ഇങ്ങനെ തൂക്കിയിട്ടതുകൊണ്ട് തിരിയോ? അതെന്ത് വേണം? കറണ്ട് വേണം അല്ലേ? കറണ്ട് ഉണ്ടായാൽ തിരിയോ? കറണ്ടായാലും തിരിക്കും. കറണ്ട് ഉണ്ടായാലേ തിരിയുള്ളൂ. പറഞ്ഞ കറണ്ടായാലും തിരിക്കുക എന്ന് പറഞ്ഞു. ഫാൻ കേടായിട്ടുണ്ടാവും. അതാണ് നല്ല ഫാനിന്റെ കാര്യമാണ് പറഞ്ഞത്. നല്ല കണ്ടേ. ഇപ്പൊ ആ ഫാനിന്റെ അത് തിരിയണം വെച്ചാൽ അതിലേക്ക് കറണ്ട് ചെല്ലണം അല്ലേ? കറണ്ട് ചെല്ലുമ്പോൾ എന്ത് തിരിയും? ഫാൻ തിരിയും. ശരിയല്ലേ? അപ്പൊ ഈ ഫാനിനെ തിരിക്കണതാരാ? കറണ്ട് ഇല്ലേ? അപ്പൊ കറണ്ട് ഇപ്പൊ ഫാനിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തിരിയെ 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 തിരിക്കുക. അതുമല്ല പിന്നെ എങ്ങനെയാ? എന്താ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് തിരിക്കുക. പിന്നെന്താ ചെയ്യുന്നത്? ആകെ കശടിച്ച് കഴിയില്ലേ? നമ്മളെത്രയും ആലോചിച്ചിട്ടില്ലേ ഇതിന്റെ ചോട്ടിലിരുന്ന് കാറ്റ് കൊള്ളുമ്പോൾ ആലോചിച്ച് നോക്കും. അപ്പൊ കറണ്ട എന്ന് പറഞ്ഞതൊരു എനർജി ശക്തിയാണ് അല്ലേ? ആ ശക്തി വിശേഷം ഈ യന്ത്രം, ഈ വിശേഷാല സമ്പ്രദായത്തിൽ ഘടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള യന്ത്രമാണ് ഈ ഫാൻ. ഒരു പ്രത്യേക സമ്പ്രദായത്തിലെ ഘടനയോട് കൂടിയിട്ടുണ്ടാക്കിയ ഒരു ഉപകരണമാണ് ഫാൻ. അതുപോലെ വേറൊരു ഘടനയോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഈ വെള്ളം കോരുന്ന മോട്ടർ. വേറൊരു തരം ഘടനയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ അടുക്കളയിലിരിക്കണ മറ്റേ നാളികേരടിക്കണ വിഷയം. അപ്പോൾ എല്ലാത്തിനും ഓരോ തരത്തിലുള്ള ഘടനയോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള യന്ത്രങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറണ്ട് കയറി ചെല്ലുമ്പോൾ ഈ ഓരോ യന്ത്രവും തിരികെ ചെയ്യുന്നത് എല്ലാ യന്ത്രവും തിരിയില്ല. ഫാനും തിരിയും. മറ്റത് എന്താ വെച്ചാൽ വെള്ളം കോരണമെന്ന് വെച്ചാൽ അതിങ്ങനെ വെള്ളം കെട്ടുന്ന ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കും. അരി അരയ്ക്കാനോ നാളികേരം അരയ്ക്കാനൊക്കെ പുറപ്പെട്ടത് അങ്ങനെയാവും. ശരിയല്ലേ ഇത്? അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കറണ്ട എന്ന് പറഞ്ഞ ഊർജവും ഈ പറയുന്ന യന്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അത് ഈ കമ്പി കൂടെ ഉള്ളിലേക്ക് കയറിയിട്ട് മറ്റേ കമ്പി കൂടെ പുറത്തേക്ക് അങ്ങോട്ട് പോകും. കറണ്ട് അവിടെ നിൽക്കില്ല. കറണ്ട് നിൽക്കുമോ? കറണ്ട് ഇങ്ങനെ സഞ്ചാരിയാണേ. അത് സഞ്ചാരിയാണ്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയല്ലേ കറണ്ട്. അപ്പൊ അതിങ്ങനെ പോകുമ്പോൾ ഈ കറണ്ട ആ പോണ ആ സാന്നിധ്യത്തിൽ ആര് പ്രവർത്തിക്കും? സാന്നിധ്യമാണ്. അപ്പൊ അതിങ്ങനെ പോകുമ്പോൾ സാന്നിധ്യത്തിലായിട്ട് പ്രവർത്തിച്ചോളും. ഈ മെഷീൻ പ്രവർത്തിക്കും. അങ്ങനെയല്ലേ പതിവ്? ഇതന്നെയല്ലേ ഇത് ശരി? അല്ലാതെ ഫാനിനെ തിരിക്കേ അല്ലെങ്കിൽ ലൈറ്റിനെ ഇരുന്ന് കത്തിക്കേ അതൊന്നും ആരും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? കറണ്ടാണ് ഫാനിനെ തിരിക്കണത് എന്ന് പറയും. അങ്ങനെ പറയില്ലേ? ശരിയല്ലേ? ഇതുപോലെയാണ് എന്ത് പ്രകൃതി പുരുഷ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു ഫാനാണെന്ന് കൂട്ടിക്കൊള്ളും. അപ്പൊ അതിലേക്കുള്ള ചൈതന്യം പുരുഷനാണ്. ആര്? ഈ കറണ്ട. അപ്പോൾ ഈ പ്രകൃതി അല്ലെങ്കിൽ കറണ്ട ഇതിലേക്ക് കയറുമ്പോൾ പ്രകൃതി എന്ത് ചെയ്യും? കറണ്ട് കയറുമ്പോൾ ഫാൻ തിരിയണം. മാതിരി പ്രകൃതി ചൈതന്യവത്തായിട്ട് തോന്നും. അപ്പോൾ ഫാനും കറണ്ട് ഒന്നാണോ? ഫാനും കറണ്ട് ഒന്നാണോ? അല്ല. ഫാനും കറണ്ടും വേറെ വേറെയാണ്. ഈ ഫാനിനെ പ്രവർത്തിപ്പിക്കുന്നതാണ് ഈ ഭഗവത്ഗീത തന്നെ ഭഗവാൻ പറയും, മയാ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഇവിടെ നല്ല ഓർമ്മിപ്പിക്കണം. മയാ അധ്യക്ഷേണ പ്രകൃതി, ഞാൻ അധ്യക്ഷനായിട്ടിരിക്കുമ്പം ഈ പ്രകൃതി
ചരാചരം സൂയതേ. ചരാചരം ചരവും അചരവും ആയ. ചരം ചലിക്കുന്നത്, അചരം ചലിക്കാത്തത്, ഇളകുന്നതും ഇളകാത്തതുമായിട്ട് പ്രപഞ്ചത്തിൽ എന്തെന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ ഈ പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? സൂയതേ. സൂയതേ